ഒരുമിച്ച് ജീവിച്ച് കുറച്ചാളൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ലൈഫിലേക്ക് മൂന്നാമതൊരാളിലേക്ക് രണ്ടിലൊരാൾ തേടി പോകാനുള്ള കാരണം എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇമോഷണൽ അവൈലബിലിറ്റി കുറവാണ്. അത് പലപ്പോഴും നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഒരു വലിയ സങ്കടം, നമുക്കൊന്ന് ബേസ്റ്റ് ഔട്ട് ആകാനുള്ള, നമുക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അതിന് ചെവിയിട്ടില്ല, ഇല്ല അത് കേൾക്കാൻ ചിലപ്പോൾ നമുക്കൊരു ആളുണ്ടാവില്ല. അതല്ല, ഇനി കേൾക്കാൻ ആളുണ്ടായാൽ തന്നെ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് തിരിച്ച് നമ്മുടെ മനസ്സിലൊരു വലിയ സങ്കടം, ഒരു വലിയ പ്രശ്നം ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് വേറൊരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ ആ സിനാരിയോയെ തന്നെ കൊണ്ടുപോയിട്ടാണ്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഇമോഷണൽ ബാലൻസിങ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഷെയറിങ് രണ്ടുപേർക്കിടയിൽ സംഭവിക്കാതെ വരുമ്പോൾ മനുഷ്യനാണ്, അവന് വെന്റിലേറ്റ് ചെയ്തേ പറ്റൂ. അവന് ഈ സങ്കടം പോയി മറ്റൊരാളോട് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിനോട് പറഞ്ഞേ പറ്റൂ. അവൻ ഷെയർ ചെയ്യണമല്ലോ. അപ്പോ അവൻ അല്ലെങ്കിൽ അവൾ അത് ഷെയർ ചെയ്യാനുള്ള അടുത്ത വിൻഡോസ് കണ്ടെത്തും. നമ്മള് അത് മനസ്സിലാക്കത്തുമില്ല. നമ്മളിതെല്ലാം ഭയങ്കര പേഴ്സണലായി എടുത്ത് ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചാൽ അങ്ങനല്ല. രണ്ടുപേർക്കിടയിൽ ഏറ്റവും കാര്യമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇമോഷണൽ ഷെയറിംഗ് ആണ്. ഒരാളുടെ ഇമോഷനെ മറ്റൊരാൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്താണ് ബന്ധങ്ങൾ കൂടുതൽ നന്നായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരുന്നു അല്ലേ? പറയട്ടെ പ്രകാശം.